ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള IPLലെ അഞ്ചാമത്തെ മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെയാണ് നടന്നത്. ഈ മത്സരത്തിൽ പഞ്ചാബ് 11 റൺസിന് വിജയിച്ചിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ആകട്ടെ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി ഇന്നിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 244 റൺസിന്റെ വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ലക്ഷ്യം പിന്തുടരാൻ GT ഇറങ്ങിയപ്പോൾ അവർക്ക് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 232 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ഈ മത്സരത്തിൽ പഞ്ചാബ് വിജയിക്കാനുണ്ടായ 3 നിമിഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒന്നാമത്തേത് ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി ഇന്നിംഗ്സ് ആണ്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ശേഷം പഞ്ചാബ് കിങ്സിന് വേണ്ടി പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. 42 പന്തിൽ 5 ഫോറുകളും 9 സിക്സറും ഉൾപ്പെടെ 97 റൺസ് നേടി പുറത്താകാതെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ടീമിന്റെ സ്കോർ 241 എത്തിക്കുന്നതിൽ നിർണായക പങ്കും അദ്ദേഹം വഹിച്ചു. മത്സരത്തിലെ ആദ്യ വലിയ നിമിഷമായിരുന്നു ഇത്. പക്ഷേ തന്റെ ആദ്യത്തെ IPL സെഞ്ചുറി തികയ്ക്കാൻ വെറും 3 റൺസ് മാത്രം അകലെയാണ് അദ്ദേഹം ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. രണ്ടാമത്തേത് സായ് സുദർശന്റെ വിക്കറ്റാണ്. പഞ്ചാബ് കിങ്സ് ഉയർത്തിയ 244 വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഗുജറാത്ത് വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ടീമിനായി ഓപ്പണർ സായ് സുദർശൻ 41 പന്തിൽ 74 റൺസ് എടുത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ അർഷദീപിന്റെ 12ാം ഓവറിൽ താരം പുറത്തായപ്പോൾ മത്സരത്തിന്റെ ഗതി മാറുകയായിരുന്നു. മത്സരത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നിമിഷമായിരുന്നു ഇത്. മൂന്നാമത്തേത് വിജയകുമാർ വൈശാഖിന്റെ ബൌളിംഗ് സ്പെല്ലിൽ തന്നെയാണ്. മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിലെ രണ്ടാമത്തെ ടൈം ഔട്ടിന് ശേഷം പ്രിയാൻ ഷാരിക്ക് പകരം വിജയകുമാർ വൈശാഖിനെ കൊണ്ടുവരാൻ പഞ്ചാബ് കിങ്സ് ഇമ്പാക്ട് പ്ലെയർ നിയമം ഉപയോഗിച്ചു. അദ്ദേഹം മത്സരത്തിൽ തന്റെ ബൌളിംഗിലൂടെ ശരിക്കും സ്വാധീനം ചെലുത്തി. മത്സരത്തിൽ അദ്ദേഹം സ്ഥിരമായി വൈഡ് യോർക്കറുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അതിനെ നേരിടാൻ GT ബാറ്റ്സ്മാൻമാർ ശരിക്കും പരാജയപ്പെട്ടു. ആദ്യത്തെ 2 ഓവറിൽ അദ്ദേഹം GTയെ ശരിക്കും പിടിച്ചുകെട്ടി. 3 ഓവറിൽ 28 റൺസ് വഴങ്ങിയ അദ്ദേഹം ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത്. മത്സരത്തിൽ മൂന്നാമത്തെ വലിയ നിമിഷമായിരുന്നു ഇത്. ഒരുപക്ഷെ മത്സരത്തെ മാറ്റിമറിച്ചതും ഈ ഒരു നിമിഷം തന്നെയായിരുന്നു. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.